നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടും എങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം ബാങ്കുകൾ അറിയാം. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ബാങ്കുകളാണെങ്കിൽ പോലും ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഫെഡറൽ ബാങ്കിൽ വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഒത്തിരി സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ വളരെ എളുപ്പത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വേണം. അത് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ബുക്ക് സെൽഫി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വേണം. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആധാർ കാർഡ് എടുത്ത് നിങ്ങളുടെ അടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക. പക്ഷേ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിൽ മെനയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം. കാരണം ഒരു സെൽഫിയൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ചെറിയ കേസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാനായിരിക്കും പറയാം. നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ റെഫറൽ കോഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് ഓപ്ഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അവിടെ ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നൊരു നമ്പർ കൊടുക്കുക. ആ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 91 95 26 67 32 50 ആ ഒരു നമ്പർ നിങ്ങൾ റെഫറൽ കോഡായിട്ട് അവർ ടൈപ്പ് ചെയ്യുക. കാരണം അത് എൻ്റെ റെഫറൽ കോഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ വെരിഫൈ ചെയ്യുന്നതായിട്ട് കാണിക്കും. മിക്കവാറും അവിടെ നമുക്കൊരു OTP കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങോട്ട് കോൾ വിടേണ്ടി വരും. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ഓപ്പൺ എ ന്യൂ അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് ആ ഒരു OTP ടൈപ്പ് ചെയ്യാനായിട്ട് പറയും. ആ ഒരു OTP അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. അതായത് സെൽഫി അക്കൗണ്ട്, അതുപോലെ തന്നെ ഈ KYC അക്കൗണ്ട്. ഈ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെൽഫി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഇവിടെ സെൽഫി അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല, സാധാരണ അക്കൗണ്ട് തന്നെയാണ്. അത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് സെൽഫി അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൽഫി അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടോ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജനറേറ്റ് അക്കൗണ്ട് നമ്പർ ഇൻസ്റ്റൻ്റ്ലി ആൻഡ് ക്രെഡിറ്റ് അപ് ടു 10,000 അതാണ് ഒരു ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട്, ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആധാർ കാർഡും, അതുപോലെ തന്നെ ആ ഒരു യൂസർക്ക് വേറെ ഒരു അക്കൗണ്ടും ഫെഡറൽ ബാങ്കിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു പെർമിഷൻസ് അല്ലെങ്കിൽ ആ ഒരു ആവശ്യമുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ആ ഒരു സെലക്ട് ചെയ്ത് വിടുക, പ്രൊസീഡ് കൊടുത്ത് വിടുക. പ്രൊസീഡ് കൊടുത്ത് വിടുമ്പോൾ തന്നെ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് സ്റ്റെപ്പ് 1 എന്നാണ് പറയുന്നത്. സെലക്ട് ബ്രാഞ്ച് കൊടുക്കുക. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സിറ്റി, ഏരിയ, ബ്രാഞ്ച്, അതുപോലെ ആ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഇടുക്കി ടൗൺഷിപ്പാണ്, ചെറുതോണി ബ്രാഞ്ചാണ്. അതൊക്കെ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഒരു ഇമെയിൽ ID കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മെസ്സേജുകളൊക്കെ വരാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതിനുശേഷം വളരെ വേഗത്തിൽ നിങ്ങൾ ആ ഒരു പ്രൊസീഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. അപ്പോൾ തന്നെ നമ്മളോട് ടേക്ക് എ സെൽഫി എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെനയായിട്ടൊക്കെ നിൽക്കുക എന്നുള്ള പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു സെൽഫി എടുത്ത് അയക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഈ ഒരു സെൽഫി അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു പേര് വരാൻ കാരണം എനിക്ക് തോന്നുന്നു സെൽഫി എടുത്ത് അയക്കേണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോ വലിയ ഒഫീഷ്യലൊന്നുമല്ല, നിങ്ങൾ നല്ലൊരു ഫോട്ടോ അവിടെ വെച്ച് തന്നെ അങ്ങ് സെൽഫി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നല്ലൊരു സെൽഫി എടുക്കുക. എടുത്തതിന് ശേഷം ആ ഒരു സാധനം അവിടെ അപ്ലൈ ആയിട്ട് വരും. അപ്ലൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ അടുത്ത് നമ്മളോട് ചോദിക്കുന്ന ആധാർ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആധാർ കാർഡ് എടുത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആധാർ കാർഡ് എടുത്ത് വയ്ക്കുക, അതിൻ്റെ ഒരു ഫോട്ടോ, അതിന് ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് വശത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അത് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്ലൈ ആയതിനു ശേഷം നിങ്ങൾക്ക് അത് മാറിപ്പോയോ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മാറ്റാം, അല്ലെങ്കിൽ അവിടെ പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ അവർ നമ്മളോട് കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ അലോ ചെയ്ത് വിടുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ആധാർ കാർഡിൻ്റെ അതിലുള്ള QR കോഡ് സ്കാൻ ചെയ്യാനായിരിക്കും. അപ്പോൾ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഭാഗം വരും. നിങ്ങൾ ആ ഒരു ആധാർ കാർഡ് എടുത്ത് QR കോഡ് വളരെ വേഗത്തിൽ സ്കാൻ ചെയ്യുക. ആദ്യം അപ്ലൈ ആയിട്ട് കഴിയുമ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ അപ്ലോഡിങ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അതിനുശേഷം നമ്മളോട് വീണ്ടും ആധാർ കാർഡിൻ്റെ ബാക്ക് വശം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട്
ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ ആധാർ കാർഡിൻ്റെ ബാക്ക് വശത്തിൻ്റെ ഫോട്ടോ വളരെ നൈസായിട്ടൊന്ന് എടുത്തതിന് ശേഷം അതും അവിടെ അപ്ലൈഡ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ശേഷം അവിടെ പ്രൊസീഡ് കൊടുക്കുക. കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ഫോട്ടോ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത് പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിരിക്കും. അപ്പോൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. ഞാനിപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. പാൻ കാർഡ് ഒരിക്കലും നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് പാൻ കാർഡ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡിലുള്ള വിവരങ്ങൾ, നമ്മുടെ ആധാർ കാർഡിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ വിവരങ്ങൾ അവിടെ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തുക. അപ്പോൾ ആ ഒരു പേരും കാര്യങ്ങളും ഒക്കെ നമ്പരും എല്ലാവരും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്തൊന്ന് മാറ്റുക. അതിനുശേഷം വീണ്ടും പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൽ അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അതായത് അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് അവിടെ നിന്നും ഫെഡറൽ ബാങ്കിൽ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലണം. കാരണം നമ്മുടെ ഒരു അക്കൗണ്ട് അവിടെ വെരിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. കാരണം നമ്മൾ തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നതെന്ന് ഒരു കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് ആധാർ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ ചെന്ന് അവിടെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രാഞ്ചിൽ ചെല്ലുക. ബ്രാഞ്ചിൽ ചെന്ന് കഴിയുമ്പോൾ അവർ അപ്പോൾ തന്നെ ആ ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആ കൊറിയറായിട്ട് നിങ്ങളുടെ ATM കാർഡും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും. ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ ചെന്നാൽ പോലും അവർ പറയുന്നത് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വളരെ സിമ്പിളാണ് ഈ ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ട് ഫെഡറൽ ബാങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയും പറയാനുള്ള. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൊണ്ടുവന്ന് ഓൾ ആക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.